ഏകദേശം 2 ആഴ്ച മുൻപ് ഞാനും എൻ്റെ അനിയത്തിയും കാപ്പിൽ ബീച്ചിൽ പോയപ്പോഴുണ്ടായ ഒരു അനുഭവമാണ് ഞാനീ പറയുന്നത്. കടലിൽ കുളിക്കാൻ താല്പര്യമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. എന്നാൽ കടലിൽ ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന അപകട സാധ്യതകളെ പേടിച്ചാണ് പലരും അതിന് മടിക്കുന്നത്. എന്നാൽ ധൈര്യത്തോടെ നല്ലൊരു സൺസെറ്റും കണ്ട് കടലിൽ ആസ്വദിച്ച് കുളിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കാപ്പിൽ ബീച്ച്. ഒത്തിരി ഫാമിലീസ് അത് തിരിച്ചറിഞ്ഞ് ഇവിടെ കുളിക്കാനായിട്ട് മാത്രം വരുന്നതായിട്ട് എനിക്ക് തോന്നി. ഒരുപാട് പേര് എക്സ്ട്രാ ഡ്രസ്സും കരുതിയിരുന്നു. ചിലർ നിലത്തിരുന്ന് വളരെ ആസ്വദിച്ചാണ് ഇവിടെ സമയം ചിലവഴിക്കുന്നത്. കടൽത്തിട്ട് ഇവിടെ ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ ഉള്ളിലേക്ക് ഇറങ്ങിയാലും അപകടം കുറവാണ്. ഇതാണ് ബീച്ചിന്റെ ഒരു വശമെങ്കിൽ വളരെ ദാരുണമായൊരു മറ്റൊരു വശം ഈ ബീച്ചിനുണ്ട്. ഇത് വേറൊന്നുമല്ല, ഈ കായലാണ്. കടലിന്റെ എതിർവശം കായലാണ്. അത് കുപ്പയും മാലിന്യങ്ങളും കയറി വളരെ ദാരുണമായ അവസ്ഥയിലാണ്. എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങൾ കായലിലാണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാറുള്ളത്. ഇന്ന് ആ കായലിൽ ആരും ഇറങ്ങാറില്ല. കാരണം അത്രയേറെ മോശമായ വൃത്തിഹീനമായ സാഹചര്യങ്ങളാണ്. നടന്നു പോകുന്ന വഴികളിലും ചപ്പും ചവറുമാണ്. വിനോദത്തിനും സമയം ചിലവഴിക്കാനും ഒരുപാട് ഉപാധികളുള്ള ഈ കാപ്പിൽ ബീച്ച് ഇത്രയും അധപതിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ അവിടെ ചെന്നതിന് ശേഷമാണ് മനസ്സിലാക്കിയത്. ഇത് വൃത്തിയാക്കേണ്ടതും വൃത്തിയോടെ സൂക്ഷിക്കേണ്ടതും ഓരോരുത്തരുടെയും കടമയാണ്. പക്ഷേ അതാരും കൈക്കൊള്ളുന്നില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.